റമദാൻ മാസത്തെ വരവേറ്റ വിശ്വാസികൾ ഇനി ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകൾ. ഈ പുണ്യമാസം വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ പുണ്യമാസത്തെ വരവേറ്റു. 30 നാളുകൾ പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതമനുഷ്ഠിക്കും. ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനയിലും വിശ്വാസികളും മുഴുകും. ദിവസവും നിർബന്ധമായും ചെയ്യേണ്ട 5 നേരത്തെ നമസ്കാരത്തിന് പുറമെ റമദാൻ മാസത്തിലെ രാത്രിയിൽ ദൈർഘ്യമേറിയ തറാവീഹ് നമസ്കാരവും വിശ്വാസികൾ നിർവഹിക്കും. വ്രതാനുഷ്ഠാനത്തിലൂടെ വലിയ സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, കഠിനമായ യജ്ഞത്തിലൂടെ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താനും വിശുദ്ധമായ വഴി തെളിയിക്കാനുമുള്ള പരിശീലന കാലം കൂടിയാണ് റമദാൻ. റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും വിശ്വാസികൾ ശ്രദ്ധ നൽകുന്നു. മഹൽ കമ്മിറ്റികളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ജീവിതത്തിൽ കിട്ടുന്ന അനർഘമായ നിമിഷങ്ങളിൽ, മാസങ്ങളിൽ, ദിനരാത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റമദാനു ഷരീഫ്. വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നത്. മറ്റിതര ജീവജാലങ്ങളോട് നാം കരുണ കാണിക്കണം. ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചായിട്ട് കാണാം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഹ്. ഭൂമിയുള്ള സൃഷ്ടി ചരാചരങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണമെങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാരുണ്യത്തിൻ്റെ 10 ഏറ്റവും കൂടുതൽ കരുണ ചോദിച്ച് മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നവരായിക്കൊണ്ട് നാം മാറണം. സ്വാന്തന പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ വിശുദ്ധമായ ഖുർആനിലൂടെ, തസ്ബീഹിലൂടെ, തഹ്മീദിലൂടെ, തഹ്ലീലിലൂടെ, സ്വലാത്തിലൂടെ നാം ഈ വിശുദ്ധമായ റമദാനു ഷരീഫിന് സുഹൃതങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുരുഷന്മാരാകുന്ന ആളുകൾ മുഴുവനും, കുട്ടികളും അടങ്ങുന്ന എല്ലാവരും മഹത്തായ പള്ളിയിലേക്ക് തറാവീഹ് അടക്കമുള്ള മുഴുവൻ സുഹൃതങ്ങളിലും പങ്കാളികളാവുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരും സ്ത്രീകളുമെല്ലാം അവരുടെ ഭവനങ്ങളിൽ ഇബാദത്തുകളെ കൊണ്ട്, തറാവീഹ് നിസ്കാരങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നമ്മളെ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, ഇബാദുർ റഹ്മാനിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. ഇഫ്താർ സംഗമങ്ങളും പതിവാണ്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.